ഒരു കുറുന്തോട്ടി തൈ ഇവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. ആ തൈ ഞാൻ പറിച്ച് കളഞ്ഞില്ല, കാരണം ഇത് നല്ലൊരു താളിയാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ അവധിയിൽ അന്നേരം എനിക്ക് തോന്നി താളിയൊക്കെ തേച്ച് കുളിക്കാമെന്ന്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ ജീവിതത്തിലൊട്ടും സമയം കിട്ടാത്ത കാരണം കുറച്ച് കാലങ്ങൾ നമ്മളെ തന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതെ മാറ്റി വെച്ചു. നമ്മളെ ശ്രദ്ധിക്കുന്ന സമയം അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ അത് തിരിച്ചു വന്നു തുടങ്ങി തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ ഇന്നലെ തേച്ചു. ഇന്നലെ ചെമ്പരത്തി താളി തേച്ചു. ഇന്ന് കുറുന്തോട്ടിയുടെ താളി തയ്ക്കാൻ പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ തല നിറച്ച് മുടിയുണ്ടായിരുന്നു, നല്ല നീളത്തിൽ മുടിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് തന്നെയാണ് എന്നെ കുറേ ആളുകൾ പുറകെ നോക്കി തന്നെ ആ പോകുന്നത് ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ മുടിയൊക്കെ എങ്ങനെയോ അങ്ങോട്ട് പോയി. 2 പ്രസവം കഴിഞ്ഞപ്പോഴൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് മുടി പോയി. ശ്രദ്ധിച്ചിട്ടില്ല, അത് തന്നെ കാരണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒരു തിരിച്ചുവരവിൻ്റെ സമയമായി, നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം എന്നൊക്കെ തോന്നിയിട്ട്. അത് തന്നെയല്ല, തലയ്ക്ക് ഉറക്കം കുറവല്ലേ, അപ്പോൾ ഉറക്കം കുറവ് ആകുമ്പോൾ തലയിൽ താളി തേച്ചാൽ നല്ലതാണ്, നല്ല ഉറക്കം കിട്ടും. പിന്നെ മുടി എന്നും ഉണ്ടാവും. അതാണ് നമുക്ക് പ്രായമാകുന്നതൊന്നും മുടിക്കൊരു പ്രശ്നമല്ല. മുടി എല്ലാ കാലത്തും വളരും, അങ്ങനെ ഒരു പ്രത്യേകത മുടിക്കുണ്ട്. മുടി, നഖം, ഇതൊക്കെ. അപ്പോൾ വീണ്ടും പഴയതുപോലെ വരികയാണെങ്കിൽ വരട്ടെ എന്നും ആഗ്രഹമുണ്ട്. കാരണം മുടി ആഗ്രഹമില്ലാത്ത പെണ്ണുങ്ങളാരാ ഉള്ളത്. എന്നിട്ട് അപ്പോൾ സ്ഥിരമായിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന താളി, ചെറുപ്പത്തിൽ ചെമ്പരത്തി ഇലയും പോവും. പിന്നെ കുറുന്തോട്ടി, പിന്നെ മണിമരുത് എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഇല, മരുത് തന്നെ, മണിമരുത്. അത് ഈ തോടിൻ്റെ സൈഡിലൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഹൈവേയുടെ സൈഡിലൊക്കെ, ഹൈവേയിൽ ഒരുപാട് മണിമരുന്നുണ്ട്. നല്ല വയലറ്റ് പൂക്കളായിട്ട് പടർന്ന് നിൽക്കുന്ന ഒരു കുറ്റിമരമായിട്ടാണ് റോഡിലൊക്കെ കാണുന്നത്. മണിമരുന്ന് സ്വതവേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു മരം, അത് വലിയ മരമായിട്ട് പോകില്ല. അപ്പോൾ ആ മരുതിൻ്റെ ഇല നല്ല താളിയാണ്. അതൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അമ്മ ഞങ്ങൾക്കുണ്ടല്ലോ ഈ ചൊറിയന്താളി എന്ന് പറഞ്ഞിട്ടൊരു മരം, ഒരു കുറ്റിമരമാണ് ചൊറിയന്താളി. അതിൻ്റെ ഇല പറിച്ചു കൊണ്ടുപോയിട്ട്, ഇലയും തണ്ടും സമൂലം കല്ല് വെച്ചിട്ട്, അത് ഞങ്ങൾ തോട്ടിൽ കുളിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ പോകുമ്പം ഈ താളി പറിച്ച് തന്നു വിടും. അങ്ങനെ ഒഴുക്ക് വെള്ളത്തിൽ കൈക്ക് കുറേ നേരത്തേക്ക് വേണ്ടി ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ തല നല്ലവണ്ണം ചൊറിഞ്ഞ് മസാജ് ചെയ്തിട്ട് തേച്ച് കുളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മസാജ് ചെയ്യുന്ന തലയാണല്ലോ തല. അങ്ങനെയൊക്കെ ഉണ്ടൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ചെമ്പരത്തി താളി തേച്ചു, ഇന്ന് കുറുന്തോട്ടിയുടെ താളി തേക്കാമെന്ന് വിചാരിക്കുന്നു. അത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, താളി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയേണ്ടത്, ഇന്നത്തെ കാലത്ത് ഈ കെമിക്കലല്ലേ ഷാമ്പു എന്ന് പറഞ്ഞാൽ, മുടി നല്ലപോലെ നീറ്റാവും, നല്ല വൃത്തിയാവും, അഴുക്കൊക്കെ പോവും. പക്ഷേ അതോടൊപ്പം നമ്മുടെ ഓട്ടിയുടെ ആ ഒരു മുടി ഉണ്ടാകുന്നൊരു പവറുണ്ടല്ലോ, അതങ്ങോട്ട് നശിപ്പിച്ച് കളയും. ഈ പറമ്പിലൊക്കെ പുല്ല് വളരാതെ കീടനാശിനി തളിക്കുന്ന ആ ഒരു ഗുണമാണ് ഷാമ്പു കൊണ്ട് നമുക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളെപ്പോഴും പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആൾക്കാരാണ്. കെമിക്കൽ നമ്മുടെ ശരീരത്തിന് പറയാതെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ താളികൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് വരുന്നത് നല്ലതാണ്. കുളിക്കാൻ നേരത്ത് ഒന്നും ഓർക്കുക, ഒരു പിടി താളി എന്തെങ്കിലും നൂരെടുത്ത് തലയിൽ തേക്കുക. താളിപ്പൊടിയൊക്കെ കിട്ടുമെന്ന് മാർക്കറ്റിലല്ലേ, എന്നാലും അതിന് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അമ്മമാരും കുട്ടികളൊക്കെ താളി ഒരു നിർബന്ധ വസ്തുവാക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാനും അതിലേക്കൊന്ന് തിരിഞ്ഞു വന്നിട്ടുണ്ട്. സമയം ഉണ്ടായിരുന്നില്ല, ഇത്ര നാൾ തിരക്കായിരുന്നു. ഇനിയും തിരക്കുകളിലേക്കൊക്കെ പെടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കിട്ടുന്ന സമയം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നെ കാണുന്ന നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല കാര്യം ഞാൻ പറയുന്നത്. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ താളി കാണിച്ചു തരാം കേട്ടോ, ഉണ്ടാക്കി വെച്ചേക്കണത് കണ്ടോ. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉറക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് താളി തേക്കണേ കേട്ടോ. കുറേ നേരം ഇത് തലയിൽ തേച്ചിട്ട് ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് നല്ല ഉറക്കം കിട്ടും. ഉറക്കമല്ലേ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഉറക്കമില്ലാത്ത ആൾക്കാർ ഒന്നാമത് 10-12 മണിയൊക്കെ ആകുമ്പോഴൊക്കെ കിടന്നുറങ്ങണത്. ആ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ഉറക്കമില്ലാത്തൊരവസ്ഥ വന്നാലോ. അപ്പോൾ താളി ഉപയോഗിച്ചാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ശരി കേട്ടോ.